സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് പോകാലോ KSRTC നടപ്പിലാവും തന്നെ, തീർച്ചയായിട്ടും നടപ്പിലാവും തന്നെ. നടപ്പിലായാൽ തന്നെ അതൊരു നല്ലൊരു കാര്യം തന്നെയാ. പദ്ധതി വരികയാണെ നല്ല കാര്യം. നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അത് എന്തായാലും പറ്റില്ല എന്നാണ് തോന്നുന്നത്. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുകയാണ്. UDF മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്നാൽ ഈ വാഗ്ദാനം എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും? ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാകും എന്ന് തോന്നുന്നു. ഇപ്പം നടപ്പിലാവുമായിരിക്കും. പിന്നെ ഇത് കുറഞ്ഞു വരുമല്ലേ, ശമ്പളം കൊടുക്കാനും പൈസ ഇല്ലണ്ടാവും, അന്നേരം നിർത്തുമായിരിക്കും. അപ്പൊ ആ ഒരു പദ്ധതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പദ്ധതി വരികയാണെ നല്ല കാര്യം. എന്തുകൊണ്ടായിരിക്കും? യോജിച്ചാല് ചെറിയ കുട്ടികൾക്കെല്ലാം കോളേജിലെല്ലാം പോകുമ്പോൾ ബസ്സെല്ലാം കാര്യം, ഹൈസ്കൂളെല്ലാം പോകുന്ന കുട്ടികൾക്ക് ബാഗ് എടുത്ത് നിൽക്കണ്ടേ, ഇപ്പൊ ഇരുന്ന് പോകാലോ. അതുകൊണ്ട് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? യോജിക്കുന്നുണ്ട്. എന്തായിരിക്കും യോജിക്കാൻ കാരണം? എന്തായിരിക്കും? അത് നല്ലതാണ്, കുട്ടികൾക്കെല്ലാം. അതുകൊണ്ട് ആ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമോ? നടപ്പിലാവുന്ന തോന്നുന്നത്. ഇപ്പം UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പുതിയൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന്. അപ്പൊ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും? എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്ന് തോന്നുന്നു? ഞാൻ ഒരു KSRTC കണ്ടക്ടറാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് പിന്നെ അതിൻ്റെ അത്ര പ്രാധാന്യം ഇല്ല, അത് ആവശ്യമില്ല. സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും അതിന് ആവശ്യമില്ല. പക്ഷെ ആവശ്യക്കാരുണ്ട്. പക്ഷെങ്കിൽ അത് കുറച്ച് ജോലി ഇല്ലാത്തവർ, അല്ലെങ്കിൽ പാവപ്പെട്ടവർ, വിധവകൾ, അങ്ങനെ പിന്നെ ഒന്ന് നോക്കാൻ ആളത്തെ അങ്ങനെ കൂടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് പ്രയോജനം ഉണ്ടാവും. പക്ഷെ ചിലവരിത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാ സ്ത്രീ ചിലവർ അനാവശ്യമായി യാത്ര ചെയ്യാനും, എല്ലാ ബസ്സും ഇതിന് ആവശ്യമില്ല. സൂപ്പർ ക്ലാസ്സിനൊന്നും ആവശ്യമില്ല. ഓർഡിനറിയോ സൂപ്പർ ഫാസ്റ്റോ അങ്ങനെ കുറച്ച് ബസ്സുകൾക്ക് മാത്രമേ ഇതിന് ചെയ്യാൻ അഭിപ്രായം. അപ്പൊ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? 100% ഇല്ലെങ്കിൽ 80% യോജിക്കുന്നുണ്ട്. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമോ എന്ന് തോന്നുന്നു? നടപ്പിലാവും തന്നെ, തീർച്ചയായിട്ടും നടപ്പിലാവും തന്നെ. നടപ്പിലായാൽ തന്നെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് UDF ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ പദ്ധതിയോട് നിങ്ങൾ യോജിക്കുമല്ലോ. തീർച്ചയായിട്ടും അത് സുരക്ഷിതമായ ഒരു യാത്രയാവുമല്ലോ. ഇപ്പം പല കാര്യങ്ങളിലും പ്രയാസങ്ങളല്ലേ വരുന്നുള്ളൂ സ്ത്രീകൾക്ക് പീഡനമായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കും കൂടി ഒരു സമാധാനമല്ലേ സർക്കാർ മുഖേനയായിട്ട്. അപ്പൊ അത് നടപ്പിലാകണം തീർച്ചയായിട്ടും. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, പിന്നെ കേരളത്തിലെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാഗ്ദാനം കേരളത്തിൽ നടപ്പിലാകുമോ എന്ന് തോന്നുന്നു? നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അത് എന്തായാലും പറ്റില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും പേർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു KSRTCയുടെ അവസ്ഥ അങ്ങനെയാണല്ലേ. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ 60 കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നല്ലൊരു തീരുമാനമാണ്. ആ പദ്ധതിയോട് യോജിക്കുന്നുണ്ടോ? 50-50. ഓക്കെ. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമോ എന്ന് തോന്നുന്നു? നടപ്പിലാകുമെന്ന് പറയാൻ പറ്റൂല. എന്താ വെച്ചാല് ഡീസലിന് ഇതിനെല്ലാം വില കൂടുതലല്ലേ. അത് എങ്ങനെയാന്ന് എവിടെ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ പദ്ധതി നടപ്പിലാകുകയാണെങ്കിൽ അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് പോകാലോ KSRTCയിൽ. അതുകൊണ്ട് ആണ് പറയുന്നത്. സന്തോഷം. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കേരളത്തിൽ നടപ്പിലാകുമോ എന്ന് തോന്നുന്നു? അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കുമോ? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? പിന്നെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ നല്ലത് തന്നെ, അത് നടക്കട്ടെ. എന്നാലും കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിനോട് എന്ത് തോന്നുന്നു? ആ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമോ? സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ ഭരണക്രമത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു വാഗ്ദാനമാണ്. പല വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമാണ് നമ്മുടെ UDF പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കും. പക്ഷെ എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ നമുക്കറിയാം KSRTC ഒക്കെ മുൻകാലഘട്ടത്തിലൊക്കെ വളരെ കടത്തിലായിരുന്നു.
ആ കടക്കണിയിൽ നിന്നും മോചിതമായി ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്താണ് കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സംവിധാനം, ഒരു വിജയത്തിന് വേണ്ടി ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളത്. അത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അതിൻ്റെ വിജയവും പരാജയവും നമ്മുടെ മുമ്പിൽ എങ്ങനെയായിരിക്കും വെച്ചാൽ വിജയിക്കുന്നത് 100% വിജയിക്കുന്നതിൽ യാതൊരു സംശയവും ഉറപ്പില്ല. 100% വിജയിക്കുന്നതിൽ ഒരു ഉറപ്പില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഒരു സംവിധാനത്തിൽ കൂടി അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആ പദ്ധതിയിൽ ഞാൻ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, അല്ലാണ്ട് വേറെ മറ്റൊന്നും അതിൽ കാണുന്നില്ലല്ലോ. യോജിക്കുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ ആ ഒരു ഇത് എത്രത്തോളം കേരളത്തിൽ നടപ്പിലാകുമെന്ന് തോന്നുന്നു? അല്ല, എനിക്കതൊരു പൂർണ്ണമായിട്ടും തോന്നുന്നില്ല അത് എത്രമാത്രം സക്സസ് ആവുന്നുള്ളത്. ചിലപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മുൻകൂട്ടി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അത് അത്ര സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല. ഈ UDFന്റെ ഈ ഒരു വാഗ്ദാനത്തിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ട് ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതെന്ന് പറഞ്ഞാൽ അത് കുറെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു, KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതി നടപ്പിലാകും. കോൺഗ്രസ് പറഞ്ഞതിനെ തീർച്ചയായിട്ടും നടപ്പിലാക്കും. ആ പദ്ധതിയോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കും? സ്ത്രീകൾക്ക് നല്ലൊരു ഗുണകരമായ കാര്യങ്ങളല്ലേ. പോവുക വരിക, അവർക്ക് യാത്ര ചെയ്യുന്നതിന് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പുരുഷന്മാർക്കല്ലെങ്കിൽ സ്ത്രീകൾക്കല്ലേ കൂടുതൽ അതിന് പ്രാധാന്യങ്ങളില്ലേ. ടൂർ പോയി വരട്ടെ, പോകുന്ന കൂട്ടർ പോയി വരട്ടെ, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നല്ലൊരു കാര്യം തന്നെയല്ലേ.